നമസ്കാരം. റാഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഇന്നലെ ബെൻഫിക്കയോട് റയൽ മാഡ്രിഡ് യുവേഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ ലീഗ് ഘട്ടത്തിലെ അവസാന മത്സരത്തിൽ പരാജയപ്പെട്ടപ്പോൾ റോഡ്രിഗോക്ക് റെഡ് കാർഡ് കിട്ടിയിരുന്നല്ലോ. അപ്പോൾ റോഡ്രിഗോ അതിന് ആരാധകരോടുമൊക്കെ മാപ്പ് പറഞ്ഞിരിക്കുകയാണ്. ഐ അപ്പോളജൈസ് ടു ദി ഫാൻസ്, ടു ദി ക്ലബ്, ടു മൈ ടീംമേറ്റ്സ് ആൻഡ് ടു ദി കോച്ച്. ഞാൻ ആരാധകരോടും ഞാൻ എൻ്റെ ടീംമേറ്റ്സിനോടും ഞാൻ കോച്ചിനോടും ക്ലബിനോടും ഒക്കെ മാപ്പ് പറയുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. ആ സാഹചര്യത്തിൽ അങ്ങ് സംഭവിച്ചു പോയതാണ്. റയലിന് വേണ്ടി കളിക്കുമ്പോൾ ഇന്നോളം എനിക്ക് മറ്റൊരു റെഡ് കാർഡ് കിട്ടിയിട്ടില്ല. തീർച്ചയായിട്ടും അതിൻ്റെ കോൺസിക്വൻസസ് എനിക്ക് നന്നായിട്ടറിയാമെന്ന് കൂടി ഇതാ റോഡ്രിഗോ പറയുന്നു. റോഡ്രിഗോയുടെ വാക്കുകളിലേക്ക് നമ്മളൊന്ന് പോവുകയാണ്. ഞാൻ തന്നെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൊക്കെ ഇതിപ്പോൾ പങ്കുവച്ചിട്ടുണ്ട്. മത്സരത്തിനിടയിലെ സമയം പാഴാക്കലിനെതിരെ പ്രതികരിച്ചപ്പോൾ ഇന്നലെ ഞാൻ ആ നിമിഷത്തിൻ്റെ വികാരങ്ങളിൽ പെട്ടുപോയി. ഇതെൻ്റെ രീതിയല്ല. റയൽ മാഡ്രിഡിനായി കളിക്കുമ്പോൾ ഇതിനു മുമ്പ് ഒരിക്കൽ പോലും എനിക്ക് ചുവപ്പ് കാർഡ് ലഭിച്ചിട്ടില്ല. അതിൻ്റെ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് എനിക്ക് ബോധ്യമുണ്ട്. ആരാധകരോടും ക്ലബിനോടും സഹതാരങ്ങളോടും കോച്ചിനോടും ഞാൻ ക്ഷമ ചോദിക്കുന്നു. ഈ ബാഡ്ജിനും ഈ ചാമ്പ്യൻസ് ലീഗിനും വേണ്ടി നമ്മൾ ഒത്തൊരുമിച്ചുള്ള പോരാട്ടം തുടരും എന്നാണിപ്പോൾ റോഡ്രിഗോ പറയുന്നത്. വി വിൽ കണ്ടിന്യൂ യുണൈറ്റഡ് ആൻഡ് ഫൈറ്റിംഗ് ഫോർ ദിസ് ബാഡ്ജ് ആൻഡ് ഫോർ ദിസ് ചാമ്പ്യൻസ് ലീഗ് എന്ന് റോഡ്രിഗോ കുറിക്കുന്നു. സംഗതി ഇങ്ങനെയൊക്കെ ആണെങ്കിലും യുവേഫ ചാമ്പ്യൻസ് ലീഗിലെ പ്ലേ ഓഫിൻ്റെ ആദ്യപാദ മത്സരം തീർച്ചയായിട്ടും റോഡ്രിഗോക്ക് നഷ്ടപ്പെടാൻ പോവുകയാണ്. റോഡ്രിഗോക്ക് മാത്രമല്ല, അസെൻസിയോക്കും റെഡ് കാർഡ് ഉണ്ടായിരുന്നു. സോ റയലിന് ആ താരങ്ങളെ അടുത്ത UCL മത്സരത്തിൽ നഷ്ടമാകും. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ലോക്സ് എത്താം.